അപ്പോ നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി കുറെ പിള്ളേർ തെരുവിൽ ഇറങ്ങേണ്ടി വന്നു എന്നല്ലേ? അല്ലെങ്കിൽ ഈ സംവിധാനമൊക്കെ പൊളിച്ചെഴുതാൻ പാർലമെന്റിനോട് ബാധ്യതയുള്ള ഒരു സംവിധാനമായി രാജ്യത്തെ പരീക്ഷാ ഏജൻസി മാറണം എന്നൊരു തീരുമാനം ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിനും ഉണ്ടാവണമായിരുന്നു. അതുണ്ടായിട്ടില്ല. അവനവന്റെ ഉത്തരവാദിത്വം മറക്കുകയും ചെയ്യും, സ്ഥാപനത്തിന്റെ ഉടമയെ വിമർശിക്കുകയും വേണം. അല്ല, നമ്മളിത് എത്രയോ കാലങ്ങളായിട്ട് പറയുന്നു. രാഹുൽ ഗാന്ധി ഈ NTA നടത്തുന്ന പരീക്ഷകൾക്കെതിരെ പോരാട്ടം തുടങ്ങിയത് ഈ വർഷമല്ല. എന്തോ ഒരു സ്നേഹം, എന്തോ ഒരു ബന്ധം. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത ഒരു സംവിധാനമാണ് CJP, ജൻസി കുട്ടികളുടെ ഒരു കൂട്ടായ്മ. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ സമരത്തിന്റെ മുമ്പിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടി വന്നില്ലേ? അതിനേക്കാൾ പ്രാധാന്യമുണ്ട് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിന്. ഒരു വലിയ സംഭവം അല്ലേ? ഓക്കെ, ശ്രീ സജീഷ്, ഇപ്പൊ നോക്കൂ, ഈ ചർച്ചയോട് സഹകരിക്കുന്നു പറഞ്ഞത് വഴി ഇന്നത്തെ ഒരു സഭാ സ്തംഭനം അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ആ ബില്ലിനെ അങ്ങോട്ട് ഒരു ദിവസം കൂടെ നീട്ടി എന്നതിനപ്പുറത്ത് ഇന്ന് സഭയിൽ പ്രതിപക്ഷം എടുത്ത സ്ട്രാറ്റജിയിൽ ആത്മാർത്ഥതയുണ്ടോ? എനിക്കൊരു രഹസ്യം പറയാനുണ്ട്, പറയൂ. അത് കേട്ട് നിങ്ങളാരും നെറ്റരുത്. നമ്മൾ പ്രധാനമായും കാണേണ്ടത് പ്രശ്നം സാങ്കേതിക വിദ്യയുടേതല്ല. ചോർച്ച നടക്കുന്നത് ഏതെങ്കിലും കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ കേടായതുകൊണ്ടോ സോഫ്റ്റ്വെയർ തകരാറ് കൊണ്ടോ അല്ല. ഞാൻ 10,000ാമത്തെ തവണ ചോദിക്കുന്നു, എന്തിനുള്ള സോഫ്റ്റ്വെയർ? 10,000 ഞാൻ 20,000 തവണ പറയുന്നു. ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ സംവിധാനത്തിലുള്ള സംശുദ്ധി തിരിച്ചുപിടിക്കണം, കോൺഫിഡൻസ് തിരിച്ചുപിടിക്കണമെന്ന നല്ല ഉദ്ദേശത്തിൽ മാത്രം തെരുവിലിറങ്ങിയവരാണോ? എല്ലാ സമരക്കാരും ഒരു തരത്തിലുള്ള പോലീസ് നടപടി നേരിടാൻ പാടില്ലാത്തവരാണ് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അങ്ങനെയല്ല ഒരു കാര്യം നമ്മൾ അതിൽ കാണേണ്ടത്. ഇതിനകത്ത് തന്നെ ചിലപ്പോൾ BJPക്കാർ ഉൾപ്പെടെ പല സ്ഥലത്തും RSS നുഴഞ്ഞു കയറി കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകും. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. അവർക്ക് നേരായിട്ടുള്ള ഞാൻ ഡയലോഗ് ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ. ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, ഇവർ അക്രമത്തിന്റെ പാതയിലേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളെ തല്ലിച്ചതക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ദേശീയ ഗാനം പാടിക്കൊണ്ട് ജനഗണമന പാടിക്കൊണ്ട് അതിനെ പ്രതിരോധിച്ച വിദ്യാർത്ഥികളും യുവസമൂഹവുമാണ് ഇന്ത്യയിലുള്ളത്. അവർക്ക് നേരെയാണ് ഈ പറഞ്ഞ ഭീകര പ്രയോഗങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. പതിറ്റാണ്ടായി നിലനിൽക്കുന്ന ജനാധിപത്യ വിരുദ്ധതയെ ഇന്ത്യ പതിയെ തോൽപ്പിക്കുകയാണ്. ഇനി വലിയ തോൽവികൾ ഇവർ കാണേണ്ടിയിരിക്കുന്നു. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. ഇവിടെ ജിൻഡോ എനിക്ക് ക്ലാസ് എടുക്കുകയാണ്. 1994 നവംബർ മാസം 25-ാം തീയതി KK രാജീവ്, മധു, റോഷൻ, ഷിബുലാൽ, ബാബു 5 പേരെയാണ് വെടിവെച്ചു വന്നത്. 5 പേരെ, 3 വിദ്യാർത്ഥികളെയും 2 യുവജന നേതാക്കന്മാരെ. ഞങ്ങളുടെ ആൾക്കാരല്ല കേട്ടോ, സജീഷിന്റെ ആൾക്കാരാണ്. വെടിവെച്ചു വന്നു. അവരാണ് ക്ലാസ് എടുക്കുന്നത്. ഇത് 2003 ഫെബ്രുവരി മാസം 19-ാം തീയതി മുത്തങ്ങയിൽ പാവപ്പെട്ട ആദിവാസികൾക്കെതിരെ വെടിവെച്ചവരാണ് ഞങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ ക്ലാസ് എടുക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു കരാളാസത്തിലേക്ക് കൊണ്ടുപോയി മാധ്യമങ്ങൾക്കുൾപ്പെടെ കടിഞ്ഞാനിട്ട മൂക്കേറിട്ടവർ ജനാധിപത്യത്തിന് ക്ലാസ് എടുക്കുകയാണ്. അത് ക്ലാസ് കേൾക്കാൻ, ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ സൗകര്യമില്ല ജിൻഡോ എന്ന് അങ്ങനെയുള്ള എല്ലാ ബഹുമാനം നിർത്തിക്കൊണ്ട് പറയുകയാണ്. 2 അങ്ങ് പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇറങ്ങി വന്നപ്പോൾ, രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു ഇറങ്ങി വരാൻ? എവിടെയാണ് അദ്ദേഹം പോയി ഇരുന്നത് ഇത്രയും കാലം? 13-14 ദിവസക്കാലം രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു ജിൻഡോയ്ക്ക് പറയാൻ സാധിക്കുമോ? വേണ്ട, കോൺഗ്രസിന്റെ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? സുരക്ഷാ ഭടന്മാരെ പോലും വകവെക്കാതെ അദ്ദേഹം കൂടെ കൂടിയിരിക്കുമ്പോൾ എങ്ങോട്ടേക്കാണ് മുങ്ങുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായ യാത്രകൾ വ്യക്തിപരമാണ്, അതോടെ ഇരിക്കട്ടെ. ഇവിടെ CJP പ്രതിഷേധത്തിന് മുന്നിൽ രാജിവെച്ചു. ജിൻഡോയുടെ 3ാമത്തെ വാദം നിങ്ങളുടെ കഴിവുകളല്ലേ സാർ, നിങ്ങളുടെ കഴിവുകളല്ലേ? നിങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോം ഒരുക്കി അവരെ കൂട്ടാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ രാജ്യത്തെ ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ സാധിക്കാത്ത നിങ്ങളുടെ പരാജയമാണ് ഇതേപോലുള്ള കൂട്ടായ്മകൾ ഉണ്ടാകാൻ കാര്യം. അത് ഞങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ പ്രശ്നമാണ്. ഇവിടെ 12 വർഷത്തിന് ശേഷം രാജിവെപ്പിച്ചു എന്ന് നോക്കൂ. ഇവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട സമരങ്ങളിൽ നിങ്ങൾ അവകാശപ്പെടുന്ന കർഷക സമരം, അത് കർഷക ബില്ലുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമതുണ്ടായത് ശരിയാണ്, അത് പിൻവലിപ്പിച്ചു, നിങ്ങൾ സമരം ചെയ്തു. അവിടെ ഖാലിസ്ഥാൻ പതാകയൊക്കെ ഉയർത്തി, രാജ്യത്തിന്റെ ദേശീയ പതാകയൊക്കെ വലിച്ച് താഴെയിട്ടിട്ട് അതിന്റെ മണ്ടയ്ക്ക് ഖാലിസ്ഥാൻ പതാകയൊക്കെ ഉയർത്തി വലിയ തരത്തിൽ നിങ്ങൾ അത് ആഘോഷിച്ചു. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിനെതിരെയാണ്. അതിന്റെ ഗതി എന്തായാലും നിങ്ങൾക്ക് അറിയാമല്ലോ. മൂന്നാമത് ഇപ്പോ CJP എന്ന് പറഞ്ഞൊരു സംവിധാനം വന്നു. ഈ ഏതെങ്കിലും ഒരു സമരത്തിൽ നിങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കാൻ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് അല്പമെങ്കിലും സാധിക്കുമോ എന്നുള്ളത് സ്വയം പരിശോധിക്കാൻ ശ്രീ ജിൻഡോ തയ്യാറാകണം.
അടുത്തത് സജീഷിന്റെ വകയാണ്. നെയിം പ്ലേറ്റ് ഇല്ലാത്ത പോലീസുകാരൻ. ശബരിമല പ്രക്ഷോഭം ഈ നാട് മറന്നിട്ടില്ല സജീഷെ. പാതിരാത്രിയിൽ ഗർഭിണികളെ ഉൾപ്പെടെ ചവിട്ടി മെതിച്ചുകൊണ്ട് വീട് കയറി അക്രമം അഴിച്ചുവിട്ട ഒരു പോലീസ് സേന ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. പറയാനിരിക്കുന്നവരുടെ ക്വാളിറ്റിയും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. അയ്യപ്പദാസ് ജനാധിപത്യം പ്രസംഗിക്കുമ്പോ എന്തായിരുന്നു പൂർവ്വകാല ചരിത്രം എന്നും കൂടി പരിശോധിക്കാൻ രണ്ട് മഹത് വ്യക്തികളും തയ്യാറാകണം. ജിൻഡോയും തയ്യാറാകണം, സജീഷും തയ്യാറാകണം. അതാണ് ഞാൻ പറയുന്നത്. അങ്ങ് ചോദിച്ചോളൂ. ദേവ്, ഞാൻ പ്രതീക്ഷിക്കുന്ന എന്റെ സർക്കാർ, എന്റെ കൂടി സർക്കാരായ നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് ഈ സംഭവിച്ച കാര്യങ്ങളിൽ ഞങ്ങളത് പരിശോധിക്കും. ആ പോലീസുകാർ അവിടെ ഉണ്ടാവില്ല, അവർക്കെതിരെ കർശന നടപടി ഉണ്ടാവും എന്ന് സഭയോടും അതുവഴി എന്നോടും കൂടി പറയുന്ന സർക്കാരിനെയാണ് ഈ ദിവസം ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് എന്റെ കൂടെ റൈറ്റ് ആണ്. യെസ്, അതല്ലേ അങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്നത് അയ്യപ്പദാസെ. ബീഹാറില് AK-47 കൊണ്ട് വിദ്യാർത്ഥികളെ സമരത്തിന് നേരിടാൻ പോയവന് ഇന്ന് പോലീസ് സേനയിൽ ഉണ്ടോ? ഡൽഹിയില് വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം കാണിച്ചിരുന്നവർക്കെതിരെ അന്വേഷണം നടത്താൻ, ആരൊക്കെയാണ് ആ അതിക്രമത്തിന് നേതൃത്വം കൊടുത്തുന്ന അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ച വിവരം CRPF പറഞ്ഞത് അങ്ങ് കേട്ടില്ലേ? രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്തെ കുട്ടികളുടെ ഭാവി തകർത്തുകൊണ്ടിരിക്കുന്ന ഈ പരീക്ഷാ മാഫിയെ നിലക്കി നിർത്തണം എന്നുള്ളതാണ്. ഇത് നരേന്ദ്രമോദി സർക്കാരിന്റെ മാത്രം പ്രശ്നമല്ല അയ്യപ്പദാസെ. ജമ്മു കാശ്മീരിൽ 2025-26 സർവീസ് സെലക്ഷൻ ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ചോർന്നു. ഹിമാചൽ പ്രദേശിൽ ചോർന്നു, ജാർഖണ്ഡിൽ ചോർന്നു, തെലങ്കാനയിൽ ഇന്റർമീഡിയറ്റ് ചോർന്നു, തമിഴ്നാട്ടിൽ BEd കോഴ്സിന് ചേർന്നു. നിങ്ങൾ പോകരുത്, നിക്കൂ. പഞ്ചാബില് ചോർന്നു, കേരളത്തിൽ ചോർന്നു, PSC ചോർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്? ഇത് ചർച്ച ചെയ്ത് വേണ്ടുന്ന ഭേദഗതികളൊക്കെ വരുത്തിയിട്ട് ഈ ബില്ല് പാസ്സാക്കിയതിനു ശേഷം നിങ്ങൾ ആവശ്യപ്പെടണം, പ്രതിപക്ഷം ചോദിക്കണം, ഈ തരത്തിൽ അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ അക്രമം കാണിച്ചവർക്കെതിരെ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത്? ആഭ്യന്തരമന്ത്രി വിശദീകരിക്കണം, ജനം കൈയടിക്കും. പക്ഷേ നിങ്ങൾ ഇന്ന് ചെയ്തത് ഈ സഭ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു ബില്ല് പോലും പാസ്സാക്കാൻ പാടില്ല. ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയാണ്. അതിന്റെ ടൂളുകളായിട്ട് ഈ നാട്ടിലെ കുഞ്ഞുങ്ങളെ മാറ്റും എന്നുള്ള നിലപാടാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷം കാണിച്ചത്. ഈ നാടകം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോണോ? ജിൻഡോ ജോൺ, ഇതിപ്പോ നോക്കൂ, ഈ നിങ്ങൾ എവിടെയായിരുന്നു ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എവിടെയാണ്? താങ്കൾ ഈ സ്വാഭാവികമായിട്ട് ഈ ചർച്ചയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യം എനിക്കറിയാം. ഇത് അവിടെ മാത്രമല്ല, ഇപ്പൊ നോക്കൂ, എവിടെയായിരുന്നു കോൺഗ്രസ്? പിന്നെ അവസാനത്തിൽ ചാടി വീണ് ക്രെഡിറ്റ് എടുക്കുന്നു എന്ന് പറയുന്നത് ഇതേ പ്രായത്തിൽ അങ്കിൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അത്ഭുതം തന്നെ. അദ്ദേഹം പറഞ്ഞ അടിയന്തരാവസ്ഥ കാലത്ത് പലതും സംഭവിച്ചു എന്നാണ്. അടിയന്തരാവസ്ഥ ഭരണഘടനാപരമായിട്ടുള്ള ഒരു വകുപ്പ് പ്രകാരം ഇന്ദിരാഗാന്ധി സർക്കാർ പ്രഖ്യാപിച്ചതാണ്. അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അനിവാര്യമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ കണ്ടോ ഇപ്പോഴും ഇവർക്ക് നേരം എടുത്തിട്ടില്ല. ഇപ്പോഴാ അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്തു പറയുമ്പോൾ തന്നെ അടിയന്തരാവസ്ഥ കാലത്തുണ്ടായിട്ടുള്ള മനുഷ്യർക്ക് നേരിട്ടിട്ടുള്ള കെടുതികൾ, ആ കെടുതികൾ ഒരു തരത്തിലും അംഗീകരിക്കാവുന്നതല്ല. അത് തെറ്റായിരുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. താനാടോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ? 5 മിനിറ്റ് മുമ്പ് താൻ പറഞ്ഞത് അടിയന്തരാവസ്ഥ കാലത്ത് പലതും സംഭവിച്ചു എന്നാണ്. അടിയന്തരാവസ്ഥ ഭരണഘടനാപരമായിട്ടുള്ള ഒരു വകുപ്പ് പ്രകാരം ഇന്ദിരാഗാന്ധി സർക്കാർ പ്രഖ്യാപിച്ചതാണ്. അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അനിവാര്യമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാം. രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രയെ കുറിച്ചിട്ടാണ് ഇവർക്ക് ആശങ്ക. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. ഇത് തന്നെ ഒരു സർക്കാർ സ്പോൺസർഡ് പരിപാടിയാണ്, നമ്മൾ ഇടപെടേണ്ടതില്ല എന്ന് രാഹുൽ ഗാന്ധി നിലപാടെടുത്തിരുന്നു എന്നാണ് CPM അടക്കം പറയുന്നത്. പിന്നെ ഇന്ന് ഒറ്റപ്പെട്ട ചില സമരങ്ങളുണ്ടായി. അവസാനം ഇത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ക്രെഡിറ്റിലേക്ക് കോൺഗ്രസും രാഹുൽ ഗാന്ധിയൊക്കെ ചാടി വീണു എന്നൊരു അഭിപ്രായം CPM അടക്കമുണ്ട്. കൂട്ടത്തിൽ സമരം ചെയ്തു, അതിനെ പിന്തുണച്ചു. അതായത് ഈ സമരത്തിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണ്ടെന്നേ, ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്നവർ അത് നടന്നോട്ടെ. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. കുറിച്ച് പറഞ്ഞപ്പോ നമ്മുടെ പ്രധാനമന്ത്രി ആ വിഷയത്തിൽ എന്താണ് പ്രതികരിച്ചത് പെട്ടെന്ന് ആലോചിച്ച് പോയെന്ന് പറഞ്ഞുള്ളൂ. എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ? കാണിച്ചു വിട്ടുന്നതല്ലേ? ഒരു മിനിറ്റ്, വിശ്വസിച്ചു പോയ അപകടമായി എന്ന് തുറന്ന് സംഭവിക്കുകയാണോ BJP പ്രതിനിധി? ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. മോദിയെ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്ത് മോദിയെ വീണ്ടും അധികാരത്തിലേക്കുന്നത് സജീഷെ. അല്ലാതെ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണോ ഇങ്ങനെ എല്ലാം കൂടെ വാരിക്കൂട്ടി ഇപ്പൊ എങ്ങും ഇല്ലാത്ത അവസ്ഥയത്? കേരളത്തിൽ, ഈ രാജ്യത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ മാറിയത് അതുകൊണ്ടാണോ? മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് അകത്ത് പോയി കിടന്നത്. നിങ്ങൾ നിശ്ചയിച്ച 3 പേര്, 2 പേര് ഇറങ്ങി, ഒരാൾ ഇപ്പൊ വീണ്ടും പോയിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പൂക്കിയെ വിളിച്ചോണ്ട് പോയത് എങ്ങനെയാ? പറ്റിച്ച് വിളിച്ചോണ്ട് പോയല്ലേ? കേക്ക് കൊടുക്കാൻ പറഞ്ഞ് വിളിച്ചോണ്ട് പോയേ.
എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ച് എന്നെ തൊഴിൽ പോയില്ലേ.